സർ, എല്ലായിടത്തും കേരളം നമ്പർ 1 എന്ന് പറഞ്ഞയിടത്തു നിന്ന് കേരളത്തിന് തിരുത്തി പറയേണ്ടി വരികയാണ്. കേരളം പിന്നോട്ട് സഞ്ചരിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും ഒടുവിൽ വിദ്യാഭ്യാസ ഗുണനിലവാരം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളുടെ ഒരു പട്ടിക നീതി ആയോഗ് പുറത്തിറക്കിയിരുന്നു. ആ പട്ടികയിൽ കേരളം വളരെ പിന്നിലാണ്. വളരെ പിന്നിൽ എന്ന് പറയുമ്പോൾ ഗുജറാത്തിനേക്കാളൊക്കെ പിന്നിൽ എന്ന് പറയേണ്ടി വരും. ഈ പട്ടികയിൽ കേരളത്തിനേക്കാൾ മുന്നിട്ട് നിൽക്കുന്നത് ഗുജറാത്താണ്. ഇത്തരത്തിൽ കേരളത്തിന്റെ പകുതി പോലും ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒരു തരത്തിലും ഗുണമേന്മയില്ല എന്ന് ഒരിക്കൽ കേരളം തന്നെ മുദ്രകുത്തിയ സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ കേരളത്തെ പിന്തള്ളിക്കൊണ്ട് മുന്നിലെത്തിയിരിക്കുന്നത്. കേരളം എവിടെയോ ഇടയ്ക്ക് സ്റ്റക്കായി പോയോ എന്നതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നീതി ആയോഗിന്റെ സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര റിപ്പോർട്ടിൽ ഗുജറാത്ത് അല്ല, പഞ്ചാബാണ് മുന്നിൽ. ദശാബ്ദങ്ങളായി ഈ രംഗത്ത് മുന്നിലായിരുന്ന രണ്ട് സംസ്ഥാനങ്ങളെയാണ് പഞ്ചാബ് പിന്തള്ളി ഒന്നാം സ്ഥാനത്തെത്തിയത്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ കേരള മോഡലിലെ ഏറ്റവും വലിയ പോയിന്റുകൾ നമ്മൾ നേടിക്കൊണ്ടിരുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്തായിരുന്നു. ദശാബ്ദങ്ങളായി അങ്ങനെയാണ്. അത് ഇവിടെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, ഇവിടെ മാറി മാറി ഭരിച്ച രണ്ട് മുന്നണികളുടെയും സർക്കാരുകളൊക്കെ ഇതിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പിന്നീട് ഡൽഹിയാണ്. അത് ആം ആദ്മി കെജ്രിവാൾ വിദ്യാഭ്യാസ രംഗത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി മനീഷ് സിസോദിയയുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളൊക്കെ ഡൽഹിയെയും അടുത്ത കാലത്ത് മുന്നിലെത്തിച്ചു. അപ്പൊ ഈ രണ്ട് സംസ്ഥാനങ്ങളുമായുള്ള കടുത്ത മത്സരത്തിന് ശേഷമാണ് പഞ്ചാബ് 2026 നീതി ആയോഗിന്റെ സ്കൂൾ പഠന നിലവാര റിപ്പോർട്ടിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത്. അതൊരു വലിയ ചരിത്ര സംഭവമായി ആഘോഷിക്കപ്പെടുന്നുണ്ട്. അടിസ്ഥാന പഠന നിലവാരത്തിലുള്ള പുരോഗതി വിലയിരുത്താനായിട്ട് ചില മാനദണ്ഡങ്ങൾ നീതി ആയോഗ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 3ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഷാപരമായ കഴിവ് അളക്കലാണ് ഒരു മാനദണ്ഡം. ഇതിലെ പഞ്ചാബിലെ 82% കുട്ടികളും അതിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ്. കേരളത്തിന്റെ സ്ഥാനം 75ആണ്. സ്ഥാനം 75 എന്ന് വെച്ചാൽ 75% കുട്ടികൾക്കാണ് 3ാം ക്ലാസ്സിലെ ഭാഷാപരമായ കഴിവ് കേരളത്തിലുള്ളത്. പഞ്ചാബിലത് 82% കുട്ടികൾ. ഗണിതശാസ്ത്രത്തിൽ ഈ കുട്ടികൾക്ക് പഞ്ചാബിൽ 78% കുട്ടികൾ മുന്നിലാണ്. കേരളത്തിൽ അത് 70% മാത്രമേ ഉള്ളൂ. പിന്നീടുള്ളത് ഒരു മാനദണ്ഡം 9ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര അധ്യയനത്തിലെ കുട്ടികൾ എത്രമാത്രം പഠിച്ചു, അവരുടെ പ്രാവീണ്യം എന്ത് എന്നുള്ളതാണ്. അതിലെ 52% കുട്ടികളും പഞ്ചാബിൽ മുന്നിലാണ്. കേരളത്തിൽ അത് 45% മാത്രമേ ഉള്ളൂ. എങ്ങനെയാണിത് പഞ്ചാബ് മുന്നിലെത്തിയത്, കേരളത്തിനും ഡൽഹിക്കും മുന്നിലെത്തിയത് എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അവിടെ 118 സ്കൂളുകൾ, സ്കൂൾ ഓഫ് എമിനൻസ് ആയി അത്യാധുനികമായ ഡിജിറ്റൽ ക്ലാസ് മുറികൾ, കരിയർ ഗൈഡൻസ് സംവിധാനം, ആധുനിക ലാബുകൾ തുടങ്ങിയവ ഏർപ്പെടുത്തി പരിഷ്കരിച്ചു. മാത്രമല്ല, ഏതാണ്ട് 100% സ്കൂളുകളും വൈദ്യുതീകരിച്ചു. 99% സ്കൂളുകളിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കി. പക്ഷെ കേരളം ഈ രംഗത്ത് 100% കൈറ്റിലൂടെ 100% സ്മാർട്ട് ക്ലാസ് റൂമുകളും കമ്പ്യൂട്ടർവൽകൃത സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചാബിലെ 88.9% സ്കൂളുകളിലും ഇന്റർനെറ്റ് സംവിധാനമുണ്ട്. മാത്രമല്ല, ഈ കോവിഡിന് ശേഷം സർക്കാർ മുൻകൈയെടുത്ത് മിഷൻ സമർത്ഥ് എന്ന ഒരു പദ്ധതി പഞ്ചാബിൽ നിന്ന് നടപ്പിലാക്കി. അത് വളരെ കോവിഡ് കാലത്ത് സ്കൂളിൽ പോകാൻ, അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ടുള്ള പരിശീലന പദ്ധതി ആരംഭിച്ചു. ഈ പരിശീലന പദ്ധതിയുടെ വിജയമാണ് ഒരുപക്ഷെ ഈ പഞ്ചാബിനെ മുന്നിലെത്തിച്ചത് എന്നാണ് വിദഗ്ധന്മാർ വിലയിരുത്തിയിട്ടുള്ളത്. മാത്രമല്ല, ഡൽഹിയിലെ ആം ആദ്മി സർക്കാർ കേംബ്രിഡ്ജിലും സിംഗപ്പൂരിലും ഒക്കെ സ്കൂൾ അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും അയച്ച് പരിശീലനം നടത്തുകയുണ്ടായി. അതേ മാതൃക പിന്തുടർന്ന് അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും പഞ്ചാബിൽ നിന്നും ഫിൻലാൻഡിലേക്കും സിംഗപ്പൂരിലേക്കും പരിശീലനത്തിന് അയച്ചു. അവർ ഇവിടെ തിരിച്ചെത്തിയ ശേഷം ബാക്കി അധ്യാപകരെയും പ്രിൻസിപ്പൽമാരെയും ഇവർ തന്നെ പരിശീലിപ്പിച്ചു. അതൊരു വലിയ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം. മാത്രമല്ല, അവിടെ അനധ്യാപക തസ്തികകൾ വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുന്നു. അതിൽ 13,000 പേരെ നിയമിച്ചു. മാത്രമല്ല, അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഒരു അധ്യാപകന് 22 എന്നാക്കി മാറ്റി.
മാത്രമല്ല ഇംഗ്ലീഷ് എഡ്ജ് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയും അവർ ആരംഭിച്ചു. 3 ലക്ഷം കുട്ടികളുടെ, പഞ്ചാബിലെ മുഖ്യ ഹിന്ദിയും പഞ്ചാബിയാണ്, ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം കുറവാണ്, അവർക്ക് പ്രത്യേക ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം നൽകാനുള്ള പദ്ധതികൾ നടപ്പിലാക്കി. അതിന്റെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലനം കൊടുത്തു. അങ്ങനെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് JEE മെയിൻ, നീറ്റ് പരീക്ഷകളിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ വിജയിച്ചു. പിന്നീട് വിദ്യാർത്ഥികൾക്ക്, അതായത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഊന്നൽ നൽകി. അപ്പൊ ഈ വിദ്യാഭ്യാസ രംഗത്തെ മുന്നേറ്റം നഗരവൽകൃതമായ പ്രദേശങ്ങളിൽ മാത്രമല്ല എല്ലാ പ്രദേശങ്ങളിലും അത് വ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ആയി പഞ്ചാബിലെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തപ്പെടുകയും നീതി ആയോഗിന്റെ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിട്ടുള്ളത്. അത് ഡൽഹിയിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന ഡൽഹി വിദ്യാഭ്യാസ വിപ്ലവത്തിന്റെ സൂത്രധാരകനായ മനീഷ് സിസോദിയ ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന്റെ പരാജയത്തിന് ശേഷം മുഖ്യമായും പ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ പഞ്ചാബിലാണ്. അതിന്റെ ഒരു മെച്ചം പഞ്ചാബിലെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രേരണയായിട്ടുണ്ട്, അതിന്റെ ശക്തിയായിട്ടുണ്ട്. മാത്രമല്ല നഗര വിദ്യാഭ്യാസം അന്താരാഷ്ട്ര തലത്തിൽ എത്തിച്ച അനുഭവം ഡൽഹിയിലുണ്ട്. അതിന്റെയൊക്കെ അനുഭവ പാഠങ്ങൾ, പോസിറ്റീവ് പാഠങ്ങൾ പഞ്ചാബിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു കാര്യം കൂടെ പറയേണ്ടതുണ്ട്. ഇത് വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മറ്റ് ചില സംസ്ഥാനങ്ങൾ കേരളത്തിന്റെ മുന്നിലെത്തിയിട്ടുള്ളത്. തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട് ആരോഗ്യ രംഗത്തും സാമൂഹിക സുരക്ഷാ രംഗത്തും കേരളത്തിനൊപ്പമോ ചില മാനദണ്ഡങ്ങൾ അനുസരിച്ച് കേരളത്തിന് മുന്നിലോ എത്തി. അത് ഏതാണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും തമിഴ്നാട്ടിൽ കേരളത്തെക്കാൾ കൂടുതൽ സൗകര്യമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇപ്പോഴും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. എല്ലാ തസ്തികകളും പൂർണ്ണമായും അവിടെ ആൾക്കാരെ നിയമിച്ചിട്ടില്ല. മരുന്നുകൾ കിട്ടാനുള്ള പ്രശ്നമുണ്ട് ഇപ്പോഴും. ലാബ് സൗകര്യങ്ങൾ പലതും പുറത്തെ ലാബുകളിൽ, സ്വകാര്യ ലാബുകളിൽ ചെയ്യണം. പക്ഷെ തമിഴ്നാട് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഏതാണ്ട് സർക്കാർ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വളരെ മാതൃകാപരമായി സൗജന്യ മരുന്ന് വിതരണം നടത്തുന്നുണ്ട്. അത് ഇന്ത്യയിലെ ഏറ്റവും നല്ല സൗജന്യ മരുന്ന് വിതരണ സംവിധാനമായി പല വിദഗ്ധരും അതിനെ വാഴ്ത്തിയിട്ടുണ്ട്. മാത്രമല്ല സർക്കാരിന്റെ സഹായം അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് വൻതോതിൽ നൽകുന്ന ഒരു സംസ്ഥാനവും തമിഴ്നാടാണ്. അതുപോലെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ കേരളത്തിനോടൊപ്പമോ ചില രംഗങ്ങളിൽ കേരളത്തിന് മുന്നിലോ ആണ് തമിഴ്നാടിന്റെ സ്ഥാനം. നമുക്കറിയാം, നമ്മുടെ ആർദ്രം പോലെയുള്ള പദ്ധതികൾ, അതിന് സമാനമായി കൂടുതൽ കാര്യക്ഷമമായ ഒരു പദ്ധതി തമിഴ്നാട്ടിലുണ്ട്. മക്കളെ തേടി മരുതുവും എന്നാണ് അതിന്റെ പേര്. ജീവിതശൈലി രോഗങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രായമുള്ള ആൾക്കാരെയും സാധാരണക്കാരെയും ഒക്കെ വീട്ടിൽ പോയി പരിശോധന നടത്തി അത് മരുന്നുകൾ നൽകുന്ന വളരെ കാര്യക്ഷമമായ ഒരു സംവിധാനവും തമിഴ്നാട്ടിൽ ഉണ്ട്. അതെന്തായാലും കേരളം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പിന്നാക്കം പോകുന്നു എന്നുള്ളതാണ് ഈ 2 കാര്യങ്ങളിൽ നിന്ന് പഞ്ചാബ് മുന്നതയിലെത്തിയ നീതി ആയോഗ് റിപ്പോർട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ ആരോഗ്യ രംഗത്ത് തമിഴ്നാട് നേടിയ മുന്നേറ്റത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള വാർത്ത. ഇതൊരു അനുഭവ പാഠമായി എടുത്തുകൊണ്ട് ഈ രംഗത്തെ പോരായ്മകൾ നികത്താൻ പുതിയ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. യെസ്, എന്തായാലും ഇതൊരു അനുഭവ പാഠമായി തന്നെ സംസ്ഥാന സർക്കാർ എടുക്കും എന്ന് നമുക്ക് കരുതാം. എന്തായാലും പലയിടത്തും ഒന്നാമത് എന്ന് പറഞ്ഞ കേരളമാണ് ഇന്ന് തലകുനിച്ച് വളരെ പിന്നിൽ പോയി നിൽക്കുന്നത്. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഇന്ത്യയിൽ കേരളത്തിന്റേതായി വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞ 2 മേഖലകളിലാണ്, 2 വകുപ്പുകളാണ്. ഈ 2 മേഖലകളും ഇന്നിതാ പരാജയത്തിന്റെ രുചി നുണയുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ പഞ്ചാബാണ് ഇപ്പോൾ വിദ്യാഭ്യാസ ഗുണനിലവാര രംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന്. ഈ രംഗത്ത് മുൻപിലുണ്ടായിരുന്ന കേരളം വളരെ പിന്നിലായി എന്നതൊരു യാഥാർത്ഥ്യമാണ്, വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.